കെട്ടുകഥ, കസേരകളി, കഥകളി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണെന്നാണ് പ്രതിപക്ഷം പണ്ട് തൊട്ടേ പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ ആ സംഘത്തിലെ ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അജിത് കുമാറും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM ഇബ്രാഹിമും ഒക്കെയാണ് പ്രതിപക്ഷം പറയുന്ന ആ ഊടായിപ്പ് സംഘം. പിണറായി സഖാവിൻ്റെ കീഴിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ പിണറായി സഖാവിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ എങ്ങനെ കുറ്റം കണ്ടെത്താൻ പറ്റുമെന്നാണ് VD സതീശിൻ്റെ സംശയം. ഈ സർക്കാരിനെ ഉപദേശിച്ച് ഒരു വഴിയാക്കുന്നത് ഈ സംഘം തന്നെയാണെന്നാണ് സതീഷിന്റെ കണ്ടെത്തൽ. അല്ല, കോടതി വിധി വളരെ വ്യക്തമാണ്. കോടതി വിധി ആരാ അന്വേഷിച്ചത്? വിജിലൻസ്. എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. ആരുടെ കീഴിലാണ് വിജിലൻസ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. നീ പേടിക്കണ്ട വിജയ, ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. അറം പറ്റും. അറം പറ്റില്ല വിജയ. പ്രൈമാ ഫസി, പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിന്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. ഇതൊരാനയല്ല, അല്ല. ഇത് തേങ്ങയല്ല, അല്ല. ഇത് ഒലക്കയുമല്ല, അല്ല. കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നിലപാടിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമാണ് അത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നേരെ ED വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ നേരെ ED വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസും സ്വീകരിച്ചൊരു നിലയാണ്. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. ഈ ഉപജാപക സംഘത്തിനെതിരെ എന്ത് ആരോപണം വന്നാലും മുഖ്യമന്ത്രി അനങ്ങില്ലെന്നാണ് പറയുന്നത്. ഒരു ADGPക്കെതിരെ DGP റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി ആ കസേരയുടെ കുഷ്യന്റെ അടിയിൽ വെച്ച് കാത്തിരിക്കുകയാണെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിക്ക് എന്ത് കസേര, എന്ത് കുഷ്യൻ അല്ലേ? റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിന്റെ മീതെ കയറി ഇരിക്കുകയാണ് ആ കസേരയിൽ. അപ്പോൾ പുള്ളിയുടെ സീറ്റിന്റെ അടിയിൽ വെച്ചേക്കുവാണ്, കുഷ്യന്റെ അടിയിൽ വെച്ചേക്കുക. ആ ചേരങ്ങട്ടെടുത്തേ, ഒന്നങ്ങോട്ട് മാറി കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ കുഷ്യന്റെ അടിയിലാണ് ആ റിപ്പോർട്ട് 2 മാസമായിട്ട്. അത് പുറത്തിറക്കൂല. എന്നിട്ടെന്താ പാട്ടക്കസേരയില് ഒരു മൂലയിലിരുത്തി പുറത്തിറക്കൂല. ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപജാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലല്ലോ കേസ് എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. എന്താ, ഞാൻ എപ്പോഴും പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാളാ അല്ലേ? എന്താണ് സാർ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? നേരത്തെ തൊട്ട് ഇപ്പൊ ഓരോരുത്തരായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ என்னுடல் അണ്ണനുക്ക് நான் காதலிக்க மாட்டேன், ഞാൻ കാതലിക്ക മാട്ടെ, கல்யாணம் பண்ண மாட்டேன். ഞാൻ കല്യാണം പണ്ണ മാട്ടെ. സത്യപ്രതിജ്ഞ. അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് വീഴ്ച എന്നല്ലേ കാണേണ്ടത്. ആ വീഴ്ച കണ്ടാലല്ലേ നടപടി എടുക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടില്ല, അതല്ലേ വസ്തുത. എന്താണ് ആ ഓഫീസിൽ നടക്കുന്നത്? ആരൊക്കെയാണ് ആ ഓഫീസിൽ ഇരിക്കുന്നത്? ഇവനേതാ? ഇനി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇദ്ദേഹത്തെ പോലെ ആരോപണ വിധേയനായ ഒരാൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നതിന്റെ പ്രസക്തി എന്താ? ഇത്തരം ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള കളികൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. കെട്ടുകഥ, കസേരകളി, കഥകളി.